ഉണ്ടാക്കാൻ പോകുന്നത് ബീഫാണ്. 2 കിലോ ബീഫുണ്ട്. 1,800 ബീഫ്. ലുലുന്ന് വാങ്ങിയാണ്. ബോബി ബീഫാണ്. നല്ല ടേസ്റ്റാണ് എല്ലാവരും പറഞ്ഞു. ഉണ്ടാക്കി നോക്കിയിട്ട് റിസൾട്ട് പറയാം കേട്ടോ. നമ്മൾ ഇനി ബീഫ് കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഷാപ്പിൽ ബീഫ് കറി ആയിട്ടത് നാടൻ നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന ബീഫ് കറിയാണ്. അതിൻ്റെ അകത്ത് നമ്മൾ 2 കിലോ ബീഫിനുള്ള ഇതാണ്. കാരണം ദുബായിൽ ബീഫാണ് 2 കിലോ 1,800 അല്ലേ? 1,800 ഉള്ളൂ. അപ്പോൾ അതിന് 2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 8 സ്പൂൺ മല്ലിപ്പൊടി, 6 സ്പൂൺ മുളക് പൊടി. അതാണ്. അതിട്ട് നമ്മൾ ഈ പാനിലേക്ക് ഇട്ട് വറുത്താണ് നമ്മൾ ബീഫിലേക്ക് ഇറങ്ങണം കേട്ടോ. അത് നമ്മൾ മുളക് പൊടി ഇതെല്ലാം ഇട്ട് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് ശരിക്കും ഇളക്കി കൊടുത്ത് ചെറിയ ഫ്ലെയിമിൽ വെക്കണം, അല്ലെങ്കിൽ മുളക് പൊടി ഇതൊക്കെ കരിഞ്ഞു പോകും. ഒന്ന് ചൂടാക്കി ഇടാനേ പാടുള്ളൂ, ഇത് കരിഞ്ഞു പോകരുത്. അപ്പം മുളക് പൊടി നന്നായിട്ട് വറുത്ത് വെക്കിയിട്ടുണ്ട്. അത് നമ്മൾ ബീഫിലേക്ക് ഇടാം. ഇനി ആവശ്യത്തിന് 2 സ്പൂൺ ഉപ്പും കൂടെ ചേർക്കുക. ശരിക്ക് ഇളക്കി ഇനി ഒരു 8 വിസിലടിക്കുമ്പോൾ വാങ്ങാം. ഇനി നമ്മൾ ബീഫ് കറി നമ്മൾ അടുപ്പത്ത് വെച്ചു. അത് വേവണ സമയത്തേക്ക് നമുക്ക് സവാളയൊക്കെ വഴറ്റണം. അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒഴിക്കുക. അപ്പോൾ ബീഫ് കറിക്കുള്ള സാധനങ്ങളാണ്. ഇപ്പോൾ നമ്മൾ മുളക് പൊടി ഐറ്റംസ് ഒക്കെ ഇട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, സവാള, വേപ്പില. അപ്പോൾ വെളിച്ചെണ്ണ മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കടുകിടാം. ലേശം ഉലുവയും കൂടെ ഇടണം. നന്നായിട്ട് പൊട്ടി വരുന്നതനുസരിച്ചിട്ട് എല്ലാ വേപ്പില ഒഴിച്ചുള്ള എല്ലാ സാധനങ്ങളും സവാള ശരിക്ക് ബ്രൗൺ കളറാവുന്നവരെ വഴറ്റി. അപ്പോൾ നമ്മൾ സവാളയൊക്കെ വഴറ്റി നമ്മൾ ബീഫ് മസാല ഇട്ട് നല്ല ഇതായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ബീഫ് വെന്ത് കഴിയുമ്പോൾ ഇത് അതിൻ്റെ അകത്തേക്ക് ഇട്ട് വഴറ്റി വാങ്ങാം. അപ്പോൾ നമ്മുടെ ബീഫ് വെന്ത് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് സവാള വഴറ്റി വെച്ചായിരുന്ന മസാല ചേർത്തത് നമ്മൾ ചേർത്ത് ഇളക്കാം. അപ്പോൾ ചാറ് കൂടുതൽ വേണ്ടവർക്ക് ലേശം വെള്ളം കൂടെ ചേർക്കാം. ഇനി ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ ബീഫ് കറി റെഡിയാണ്.